ഹലോ ഗൈസ്, ഇന്ന് റിലീസായ റോന്ത് എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. നമ്മളെ ഷാഹി കബീർ റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള പടം. അദ്ദേഹത്തെ പറ്റി പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ജോസഫ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒക്കെ റൈറ്റർ, അതേപോലെ തന്നെ നമ്മുടെ ഇലവീട്ട് പുഞ്ചിറയുടെ റൈറ്റർ ഡയറക്ടർ ഒക്കെ പുള്ളിയായിരുന്നു. അതേപോലെ തന്നെ ഒരു പോലീസുകാരുടെ കോർ തീം ആക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് വരുന്നത്. ഈ സിനിമയിൽ ഏറ്റുവെച്ചിട്ടുള്ളത് ദിലീഷ് പോത്തനും റോഷനുമാണ്. ഇതിൽ ദിലീഷ് പോത്തന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ, അതായത് ഒരു ഒറിജിനൽ പോലീസുകാരൻ പോലും തോറ്റുപോകുന്ന രീതിയിൽ അത്ര പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ മിഡോളം ഇതൊരു സ്ലോ പേസിലാണ് ഈ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പോലീസുകാരുടെ നൈറ്റ് പെട്രോളിങ്ങും നൈറ്റ് ഡ്യൂട്ടിയും അത് സംബന്ധിച്ച് ഇവർ കുറെ കേസസ് അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. ആൻഡ് ഓൾവേസ് ലാസ്റ്റ് ഒരു 15 മിനിറ്റോളം വരുമ്പോഴത്തേക്ക് നമ്മുടെ നായാട്ട് സിനിമയുടെ ഒരു ഫ്ലേവർ വരും. അതായത് ഈ പോലീസുകാർ തമ്മിലുള്ള ഇന്റേണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരാളെ കുരുതി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പരിപാടിയിലേക്ക് ഇത് വരും. ടോട്ടലി എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സിനിമയാണ്. സ്ലോലി ആണെങ്കിലും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചില കോമഡി മൊമെന്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഒരു കേസ് അന്വേഷണവും പരിപാടിയും കാര്യങ്ങൾ അത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ എന്നല്ല, ചുമ്മാ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ ഇവരുടെ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു ടോട്ടലി സിനിമ. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സോട് എത്തിയപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തോ ഒരു വിങ്ങലാണോ ഒരു വിഷമമാണോ അതല്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോ, ഒരു ഹോണ്ടിങ് അങ്ങനെ പറയാമെന്ന് എനിക്ക് അറിയില്ല. അതായത് നമുക്ക് എന്താ പറയാ, ഒരു സംതൃപ്തി ഇല്ല. നമുക്ക് ഭയങ്കരമായിട്ടൊരു നമ്മളെ ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര പെയിൻ തരുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു വിഷമം തരുന്ന ഒരു സാഹചര്യം. അത് നമുക്കറിയാലോ, പുള്ളിയുടെ നായാട്ട് സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതേ ടൈപ്പ് ഒരു ഫ്ലേവർ ആണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളൊട്ടും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റോന്ത്. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ പറഞ്ഞ നായാട്ട് ഫ്ലേവർ സിനിമസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കാവും. ഇനി നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, ബൈ.